ഹലോ സ്റ്റുഡൻസ്, പ്ലസ് ടു മാത്തമാറ്റിക്സിലെ ചാപ്റ്റർ 5 കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ആണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 4 ക്ലാസ്സുകളിലായി ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ ഗ്രാഫിനെ കുറിച്ചും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകാനുള്ള കണ്ടീഷനും നമ്മൾ മനസ്സിലാക്കി. ഇന്നത്തെ ക്ലാസ്സിൽ ഓൾജിബ്ര ഓഫ് കണ്ടിന്യൂസ് ഫങ്ഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓൾജിബ്ര ഓഫ് കണ്ടിന്യൂസ് ഫങ്ഷൻസ്. Suppose f and g be two real functions continuous at a real number c. f and g continuous at the real number c. Then f plus g is continuous at x equal to c. That means f ഉം g ഉം continuous ആണെങ്കിൽ sum of f and g is continuous. That means sum of two continuous function is continuous. Next, f minus g is continuous at x equal to c. That means difference of two continuous function is continuous. f into g is continuous. This product of two continuous function is continuous. f divided by g. Division of two continuous function is continuous at x equal to c provided g of c not equal to 0. g of c 0 ആണെങ്കിൽ ഈ ഫംഗ്ഷൻ എന്താണ്? c യിൽ ഡിഫൈൻഡ് അല്ല. അപ്പോൾ g of c 0 അല്ലെങ്കിൽ f by g is continuous. അപ്പോൾ സം, ഡിഫറൻസ്, പ്രോഡക്റ്റ് ആൻഡ് ഡിവിഷൻ ആർ continuous. Next, suppose f and g are real valued functions such that f composition g is defined. അപ്പോൾ f composition g defined ആണ്. g of c is continuous at c and f is continuous at g of c. That means g യുടെ ഡൊമെയിനിലും f ന്റെ ഡൊമെയിനിലും continuous at c and f continuous at g of c. Then f composition g is continuous at c. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് composition of two continuous function is continuous. അപ്പോൾ സമ്മും ഡിഫറൻസും പ്രോഡക്റ്റും ഡിവിഷനും കോമ്പോസിഷനും ഒക്കെ എന്താണ്? കണ്ടിന്യൂസ് ആണ്. നെക്സ്റ്റ് നമുക്ക് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. Show that the function f of x equal to sin x square is a continuous function. അപ്പോൾ sin x square continuous ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ കോമ്പോസിഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് യൂസ് ചെയ്യാം. Here f is the composition of two functions. What are the functions? ഇവിടെ എത്ര ഫങ്ഷൻസ് ഉണ്ട്? sin x എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്, പിന്നെ എന്തുണ്ട്? x സ്ക്വയർ. അപ്പോൾ കൺസിഡർ ഫസ്റ്റ് sin x. g of x equal to sin x and h of x equal to x square. അപ്പോൾ sin x square ആവുമ്പോൾ g of x equal to sin x എന്ന് എടുക്കുക, h of x equal to sin x square. We know that നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് every trigonometric functions and polynomial functions are continuous. Here sin x is a trigonometric function. അപ്പോൾ g of x is continuous and x square എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു polynomial function ആണ്. അപ്പോൾ h is continuous. Hence g and h are continuous functions. Next, find out g composition h. By definition, g composition h of x equal to g of h of x. Composition the definition. Next, g of what is h of x? X square.
g of x square. g of x is sin x. അപ്പൊ g of x square എന്തായിരിക്കും? ഇവിടെ എക്സിന് പകരം എക്സ് സ്ക്വയർ കൊടുക്കുമ്പോൾ ഇവിടുത്തെ എക്സിന് പകരം എന്ത് കൊടുക്കണം? എക്സ് സ്ക്വയർ. അപ്പോ സൈൻ എക്സ് സ്ക്വയർ. വാട്ട് ഈസ് സൈൻ എക്സ് സ്ക്വയർ? എഫ് ഓഫ് എക്സ്. അപ്പോ ജി സൈൻ എക്സ് എടുക്കുക, എച്ച് എക്സ് സ്ക്വയർ എടുക്കുക, എന്നിട്ട് ജി കോമ്പോസിഷൻ എച്ച് ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് എഫ് ഓഫ് എക്സ്. അപ്പൊ ഇത് നമുക്ക് എന്താ കിട്ടുക? എഫ് ഈസ് ദി കോമ്പോസിഷൻ ഓഫ് ടു കണ്ടിന്യൂസ് ഫങ്ഷൻസ് ജി ആൻഡ് എച്ച്. നമ്മൾ ഇപ്പൊ പഠിച്ചതാണ് കോമ്പോസിഷൻ ഓഫ് ടു കണ്ടിന്യൂസ് ഫങ്ഷൻ ഈസ് കണ്ടിന്യൂസ്. ഹെൻസ് എഫ് ഈസ് എ കണ്ടിന്യൂസ് ഫങ്ഷൻ. അപ്പൊ ഇതേ രീതിയിൽ രണ്ട് ഫങ്ഷൻ കോമ്പോസിഷൻ തന്നിട്ടുണ്ടെങ്കിൽ ജിന്നും എച്ച് എന്നും എടുത്തിട്ട് ജി കോമ്പോസിഷൻ എച്ച് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് എഫ് ഓഫ് എക്സ്. നമുക്ക് ഇതിന്റെ കൂടുതൽ പ്രോബ്ലംസ് ചെയ്യാം. Show that the function f defined by f of x equal to modulus of 1 minus x plus modulus of x, where x is a real number, is a continuous function. അപ്പോൾ ഇവിടെ ഏതൊക്കെ ഫങ്ഷൻസ് ഉണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് മോഡുലസ് ഉണ്ട്, പിന്നെ 1 മൈനസ് എക്സ്, പിന്നെ മോഡുലസ് ഓഫ് എക്സ്. ഫസ്റ്റ് തന്നെ 1 മൈനസ് എക്സിന്റെയും മോഡ് എക്സിന്റെയും സമ്മ് വരുന്നുണ്ട്. അപ്പോൾ വി ടേക്ക് g of x equal to modulus of x and h of x equal to 1 minus x plus modulus of x. അപ്പോൾ ആദ്യം മോഡുലസ് ആയതുകൊണ്ട് g of x equal to mod of x, h of x equal to 1 minus x plus mod x. അപ്പോൾ മോഡുലസ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? g ഈസ് കണ്ടിന്യൂസ്. ഇനി ഇതോ 1 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. മോഡുലസ് ഫംഗ്ഷൻ അത് കണ്ടിന്യൂസും ആണ്. അപ്പൊ പോളിനോമിയൽ ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണ്, മോഡുലസ് ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണ്. നമ്മൾ ഇപ്പൊ പഠിച്ചതേ ഉള്ളൂ സം ഓഫ് ടു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. അപ്പൊ എച്ച് ഈസ് ദ സം ഓഫ് ടു കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് 1 മൈനസ് എക്സ് ആൻഡ് മോഡ് എക്സ്. ഹെൻസ് എച്ച് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. മനസ്സിലായില്ലേ? 1 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ പോളിനോമിയൽ ഫംഗ്ഷൻസ് ആയതുകൊണ്ട് കണ്ടിന്യൂസ് ആണ്, മോഡുലസ് ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണ്. എച്ച് ഈസ് ദ സം ഓഫ് 1 മൈനസ് എക്സ് ആൻഡ് മോഡുലസ് ഓഫ് എക്സ്. അപ്പോ എച്ച് സം ഓഫ് ടു കണ്ടിന്യൂസ് ഫംഗ്ഷൻസ്, ഹെൻസ് എച്ച് ഈസ് കണ്ടിന്യൂസ്. മോഡുലസ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയതുകൊണ്ട് ജി ഓൾറെഡി കണ്ടിന്യൂസ് ആണ്. നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് ജി കോമ്പോസിഷൻ എച്ച് ഓഫ് എക്സ്. ബൈ ഡെഫിനിഷൻ g of h of x, what is h of x? 1 minus x plus mod x. g of x is mod x. അപ്പോൾ x mod x ആവുന്നു. അപ്പോൾ g of this one is modulus of this one. modulus of g യുടെ ബ്രാക്കറ്റ് ഉള്ളത് അങ്ങനെയാണല്ലോ ഇവിടെ വരുന്നത്. g of x ന്റെ മോഡുലസ്. അപ്പോൾ g of this one ഇതിന്റെ മോഡുലസ്, that is f of x. This f is the composition of two continuous functions g and h. Composition of two continuous functions continuous ആണ്. Hence f is a continuous function. അപ്പോൾ ഇതേ രീതിയിൽ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് നോക്കുക, മോഡുലസ് ആയതുകൊണ്ട് g of x is മോഡുലസ് എന്ന് എടുക്കുക. പിന്നെ മോഡുലസിന്റെ അകത്തുള്ള ഫംഗ്ഷൻ എച്ച് ആയിട്ട് എടുക്കുക. അങ്ങനെ എടുത്താൽ നമുക്ക് ജി കോമ്പോസിഷൻ എച്ച് എഫ് ആയിട്ട് വരും. നെക്സ്റ്റ് പ്രോബ്ലം. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡുലസ് ഓഫ് കോസ് എക്സ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അപ്പൊ ഇവിടെ എന്തായിരിക്കും ജി എടുക്കേണ്ടത്? എച്ച് ഏതാ എടുക്കുക? ഫസ്റ്റ് നമ്മൾ നോക്കുക, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡുലസ്. അപ്പൊ ടേക്ക് ജി ഈക്വൽ ടു മോഡ് എക്സ്. പിന്നെ മോഡുലസിന്റെ അകത്തുള്ള ഫംഗ്ഷന് എച്ച് എന്ന് കൊടുക്കുക. അപ്പൊ ജി ഓഫ് എക്സ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ്, എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്. മോഡുലസ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്, ഹെൻസ് ജി ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്, ഹെൻസ് എച്ച് ഈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അപ്പൊ ജിയും എച്ചും കണ്ടിന്യൂസ് ആണ്, കാരണം മോഡുലസ് ഫംഗ്ഷനും ട്രിഗണോമെട്രിക് ഫംഗ്ഷനും കണ്ടിന്യൂസ് ആയതുകൊണ്ട്.
നെക്സ്റ്റ് നമുക്ക് ജി കോമ്പോസിഷൻ എച്ച് കണ്ടുപിടിക്കുക. ബൈ ഡെഫിനിഷൻ ജി ഓഫ് എച്ച് ഓഫ് എക്സ്. വാട്ട് ഈസ് എച്ച് ഓഫ് എക്സ്? കോസ് എക്സ്. അപ്പൊ ജി ഓഫ് കോസ് എക്സ്, ജി ഓഫ് എക്സ് എക്സിന്റെ മോഡുലസ്. അപ്പൊ ജി ഓഫ് കോസ് എക്സ് എന്തായിരിക്കും? കോസ് എക്സിന്റെ മോഡുലസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. This f is the composition of two continuous functions. Hence, f is a continuous function. അപ്പോൾ ഏത് പ്രോബ്ലം വന്നാലും നമ്മൾ ഇതേ രീതിയിൽ ചെയ്താൽ മതി. ജിയും എച്ചും ആയിട്ട് എടുക്കുക. എന്നിട്ട് ജി കോമ്പോസിഷൻ എച്ച് എഫ് കിട്ടും. ഇതേ ടൈപ്പ് ഹോംവർക്ക് ചെയ്യാം. Sin mod x is continuous. അപ്പോൾ we take g of x equal to ഫസ്റ്റ് നമ്മൾ സൈൻ ആണ്. അപ്പോൾ g of x equal to sin x എടുക്കുക. h of x equal to modulus of x. അപ്പോൾ g കോമ്പോസിഷൻ h of x equal to എന്ത് കിട്ടും? sin mod x കിട്ടും. മോഡുലസ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, sin x കണ്ടിന്യൂസ് ആണ്. ഹെൻസ് sin mod x is continuous. നെക്സ്റ്റ് കോസ് എക്സ് സ്ക്വയർ. നമ്മൾ ആദ്യം കോസ് എന്നാണ് വായിക്കുന്നത്. അപ്പൊ ജി ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് എടുക്കുക. എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എടുക്കുക. ദെൻ വി ഗെറ്റ് ജി കോമ്പോസിഷൻ എച്ച് ഈക്വൽ ടു എഫ്. ജി കോമ്പോസിഷൻ എച്ച് ഈസ് ദി കോമ്പോസിഷൻ ഓഫ് ടു കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഹെൻസ് എഫ് ഈസ് കണ്ടിന്യൂസ്. നെക്സ്റ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് മൈനസ് മോഡ് എക്സ് പ്ലസ് 1. മോഡുലസ് ഫംഗ്ഷൻ കണ്ടിന്യൂസ്. ഇത് രണ്ടും മോഡുലസ് ഫംഗ്ഷൻ ആണ്. നമുക്കറിയാം എഫും ജിയും കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് മൈനസ് ജി കണ്ടിന്യൂസ് ആണ്. അപ്പൊ ഇവിടെ ഡിഫറൻസ് ഓഫ് ടു മോഡുലസ് ഫംഗ്ഷൻ ആണ്. മോഡുലസ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, അതുകൊണ്ട് തന്നെ എഫ് ഈസ് കണ്ടിന്യൂസ്. ഹിയർ വി ടേക്ക് ജി ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് ആൻഡ് എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് 1. ജിയും എച്ചും മോഡുലസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് കണ്ടിന്യൂസ് ആണ്. പിന്നെ ജി മൈനസ് എച്ച് ഈസ് കണ്ടിന്യൂസ്. ഇപ്പൊ ഇത്രയും പ്രോബ്ലം ആണുള്ളത് ഓൾജിബ്ര ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻസിൽ. താങ്ക് യു.